മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് കോളിഫ്ലവർ കൊണ്ടൊരു ബിരിയാണി ഉണ്ടാക്കാം. ആദ്യം കോളിഫ്ലവർ അത് ഉപ്പുവെള്ളത്തിൽ കഴുകിയെടുക്കാം. മുറിച്ചിട്ട് ഉപ്പുവെള്ളത്തിൽ കഴുകിയെടുക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നും കൂടെ കഴുകാം. പിന്നെ അത് നമുക്ക് കടലമാവും മൈദമാവും മസാലയെല്ലാം കൂടെ ചേർത്ത് വറുത്തെടുക്കാം. ഇതാ എണ്ണയിൽ വറുത്തെടുക്കുക, മുക്കിയിട്ടിട്ട്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നെയ്ച്ചോറ് വെക്കുക. ഞാൻ നെയ്ച്ചോറ് അടുപ്പ് വെച്ചിട്ടുണ്ട്, വേവട്ടെ. അതിന് മസാലയെല്ലാം കൂടെ ചേർത്ത് നെയ്ച്ചോറും വെക്കുക. ഉള്ളി, ക്യാരറ്റ് എല്ലാം ചേർത്ത് അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുന്നു. നോക്കപ്പോഴത്തേക്ക് ഇത് മൂത്തോ നോക്കാം. നല്ല കോഴി വറുത്തല്ല, കോളിഫ്ലവറാണ്. നല്ല കോഴി വറുത്തതുപോലെ തന്നെ ഉണ്ട്. ഇതാ കണ്ടോ 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 കോഴിയുടെ കണ്ടോ. നമുക്ക് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാം. കളപ്പോഴത്തേക്ക് മൂത്തോ നോക്കാം. മൂത്തത് നമുക്ക് എടുക്കാം. എന്നിട്ട് അടുത്തതും അതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നെയ്ച്ചോറ് കുറച്ച് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവറും കൊണ്ട് ബിരിയാണി വെച്ചത് നല്ല നല്ല ചിക്കൻ കറിയേക്കാളും നല്ല, ചിക്കനേക്കാളും നല്ല ബിരിയാണി. വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സാധനമാണിത്. ചിക്കനേക്കാളും നല്ല രുചിയാണ് ആ മസാല എല്ലാം കൂടെ ചേർത്ത് വറുത്തെടുക്കുമ്പോൾ. നല്ല വറുത്താൽ നല്ല മുരുമുരാന്നുണ്ടാകും. കണ്ടോ കേട്ടോ, നല്ല ഒരു പ്രത്യേക രുചിയാണ് അതിന്. അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ശോശാമ്മ കിച്ചൺ, കിച്ചൺ ശോശാമ്മ ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല കോളിഫ്ലവറിൻ്റെ ബിരിയാണി. കോളിഫ്ലവർ കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല രുചിയായൊരു ബിരിയാണി ഉണ്ടാക്കാം നമുക്ക്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. എൻ്റെ ചാനൽ മറന്നുകൊണ്ട ശോശാമ്മ കിച്ചൺ കോളിഫ്ലവറും കൊണ്ട് ബിരിയാണി ഉണ്ടാക്കിയത്.